ഫ്രണ്ടിലോട്ട് നീക്കിക്കേ, പതുക്കെ പതുക്കെ, പൊടിയൊന്നും ഇളക്കാതെ പതുക്കെ ഫ്രണ്ടിലോട്ട് കയറ്റിക്കോ. ആ, ഇങ്ങോട്ട് കയറിയിരുന്ന സ്ഥലം ബോക്സിന്റെ ഒട്ടി പോയിരിക്കാം, ചെവിക്കല്ല് പൊട്ടിപ്പോ. അതുകൊണ്ടാണ് പ്രായമുള്ളവർ ഇങ്ങോട്ട് കയറിക്ക്, എല്ലാവരും ഒന്ന് കയറിക്കും. ഈ പുറത്തേക്കാണ് ചങ്ങാതിമാരൊക്കെ, എൻ്റെ പൊന്നാര ചങ്ങാതി, അതവിടെ തന്നെ കാണും, എങ്ങും പോവില്ല. ഈ റോഡും ഈ തെങ്ങും തോട്ടമൊക്കെ അവിടെ തന്നെ കാണും. സ്വർഗത്തിലിരിക്കാൻ സമയം കിട്ടുമ്പോൾ സ്വർഗത്തിൽ കയറിയിരിക്കെ, അല്ലാതെ അവിടെ നിന്നാ ചിലപ്പോൾ നാളെ സ്വർഗത്തിന് പുറത്തായി പോയാലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. മുന്നോട്ട് കയറിയിരുന്ന കാക്കാമല്ലേ, ഇത്തിരി മുന്നോട്ട് കയറി തൽപ്പം. ആ, എല്ലാവരും കയറിക്കാൻ മിണ്ടാതിരിക്കുന്നത് വരാൻ കിടക്കല്ലേ. അള്ളാഹു നമ്മുടെ ജീവിതം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 10 മണി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 11:30 ഇന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. നാളെ ഒരു ദിവസം കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങിയതാ, ഒരുപാട് വീടുകളിൽ പോയി. ഇന്ന് നേരം വെളുത്ത ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ ആദ്യമായിട്ടാ ഫൈസി ഉസ്താദ് ഒരു ലിസ്റ്റ് കൊണ്ടു തന്നു. രാവിലെ 9 മണി മുതൽ രാത്രി വരെയുള്ള ലിസ്റ്റ് എനിക്ക് തന്നു. അങ്ങനെ ഇന്ന് ഒരുപാട് വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി. അൽഹംദുലില്ലാഹ് ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഇടയ്ക്ക് വീട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാത്തണ്ട. അൽഹംദുലില്ലാഹ്. പക്ഷേ ഒരുപാട് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പലരും പറഞ്ഞ കാര്യം, ഒരുപാട് രോഗങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു. ഒരുപാട് രോഗങ്ങൾ, ചെറിയ കുട്ടികൾ, സംസാരമില്ലാത്ത കുട്ടികൾ, ചെവി കേൾക്കാത്ത കുട്ടികൾ, അങ്ങനെ പല പല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഇരണ്ണിയുടെ അസുഖമുള്ള ഒരുപാട് കുട്ടികളെ കുറിച്ചൊക്കെ പറയുണ്ടായി. ചില കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്യാൻസർ രോഗം പിടിച്ചവരുടെ ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ രോഗം പിടിച്ചു, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് നാളെ കരയിലേക്ക് കൊണ്ടുപോകുന്നവർ, ഇങ്ങനെ ഒരുപാട് രോഗികൾ നമ്മുടെ ഈ നാട്ടിൽ കാണാൻ കഴിഞ്ഞു. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ലക്ഷദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ ആ ലക്ഷദ്വീപിൽ മഹാന്മാരുടെ ഒരു കാവലും ഒരു സഹായവും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാ. നമ്മളിവിടെ വന്നപ്പോ കാക്കയെ കാണാറില്ല. നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാ കാക്കയുണ്ടാ? കാക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാക്കയുടെ കാര്യമല്ലേ ഞാൻ ചോദിക്കണത്. മറ്റേ ആ കറുത്ത കാക്കയുണ്ടല്ലോ പറക്കണേ, ഇവിടെ ഉണ്ടാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കാക്കയെ കാണാനില്ല, നായയെ കാണാനില്ല, ഇനി പാമ്പുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അള്ളാഹു ഇത്രയും നിഅമത്ത് ചെയ്ത ഒരു നാടാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പക്ഷെ ഇവിടെ പല പല രീതിയിലുള്ള രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രീതിയിലുള്ള രോഗങ്ങൾ, ചെറിയ മക്കളെ വരെ ഈ രോഗം ഇങ്ങനെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ നാടുകളിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും വലിയ അതാപുകളും വരാതിരിക്കാനുള്ള ഒരു വഴിയായിട്ട് പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്ന ചില നന്മകളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഹദ്ദാദ് നമ്മളൊക്കെ പാരായണം ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് എല്ലാ പള്ളികളിലും ഹദ്ദാദ് ഓതും, വീടുകളിലോതും. അത് അവസാനം കാലം മാറി വന്നപ്പോ ആഴ്ചയിൽ ഒരു ദിവസമാക്കി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ, സമയമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മാസത്തിലാക്കി. ഇപ്പൊ അവസാനം വർഷത്തിലായ പോലെ അവസ്ഥയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹദ്ദാദ് റാത്തീബ് നമ്മൾ പാരായണം ചെയ്യണം. അതിനെക്കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ. വലിയ മഹത്വം എന്തുകൊണ്ടാ? പണ്ടുള്ള നമ്മുടെ മുൻഗാമികൾ അത് പാരായണം ചെയ്യൽ നിർബന്ധമായിരുന്നു. വീടുകളിലും പള്ളികളിലുമൊക്കെ ആ ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യുമായിരുന്നു. ആ ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് അപകടങ്ങൾ, ദുരന്തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മാറാ രോഗങ്ങൾ, വ്യാപിച്ചു വരുന്ന രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാപ്പ ഇപ്പൊ ഹദ്ദാദ് ഓതുന്നത്? ഇവിടെ ഓതുവപ്പ ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഇത് പാരായണം ചെയ്യണം. അത് വലിയ ഒരു സംരക്ഷണമാണ്. ഈ മരുന്നുകളില്ലാത്ത രോഗങ്ങൾ, ഇങ്ങനെയുള്ള പല പല രോഗങ്ങൾ, അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ ഉള്ള ഒരു സംരക്ഷണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഹദ്ദാദ് റാത്തീബ് ഓതാൻ കഴിയുന്നവർ ഹദ്ദാദ് ഓതുക.
മജ്ലിസുന്നൂർ പാരായണം ചെയ്യാൻ കഴിയുമല്ലോ. ബദരീങ്ങളുടെ പേരാണല്ലോ, ആർക്കും സംശയമില്ലല്ലോ. ആ ബദരീങ്ങൾ, അങ്ങനെയുള്ള പല പല നന്മകൾ, റാത്തീബുകൾ, പല പല കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആര് കൊണ്ടുവരും? നിങ്ങൾക്ക് നിങ്ങളുടെ വലുപ്പം അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് ഇന്ന് സിദ്ദീഖ് പള്ളി, ഏത് പള്ളിയായിരുന്നു ഉദ്ഘാടനം? അൽഹംദുലില്ലാഹ് അസ്ർ നമസ്കാരത്തിന് പള്ളി നിറഞ്ഞു, പള്ളിയുടെ മുറ്റം നിറഞ്ഞു, പള്ളിയുടെ മുകൾ ഭാഗം നിറഞ്ഞു. അൽഹംദുലില്ലാഹ് ഒരുപാട് പേരിന്ന് പള്ളിയുടെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് അവിടെ ഇങ്ങനെ ചെറിയൊരു സഹായത്തിന്റെ കാര്യം പറഞ്ഞു. പള്ളിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അവിടുത്തെ മുത്തവല്ലിമാര് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ വീട്ടിൽ കൊള്ളാം, അത് എത്ര രൂപയുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ തന്നെ വീട്ടിൽ കൊള്ളാം, വേണ്ട പിരിവൊന്നും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഏറ്റെടുക്കാൻ അവർ തയ്യാറായി. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പരിശ്രമിച്ചവർ അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മളുടെ പരിപാടിയുടെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറടക്കാൻ സ്ഥലമില്ല, ഒരല്പ സ്ഥലം നമുക്ക് വാങ്ങണം. ഒരല്പ സ്ഥലം ഖബറടക്കുന്നതിന് വേണ്ടി ജനാരിച്ചപ്പോൾ പലരും തരാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ഥലം വാങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ മനസ്സ് വിചാരിക്കണം. ഇരിക്കുന്ന എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും, ആരെയും നിർബന്ധിക്കലോ അല്ലെങ്കിൽ പിടിച്ചു വാങ്ങലോ അല്ല. ഒരു നിമിഷമൊന്ന് ചിന്തിച്ചാൽ മതി, ഒരു 6 അടി മണ്ണിന്റെ ഖബറ് കുഴിക്കാനുള്ള സ്ഥലം. ഈ ദുനിയാവിൽ ജീവിച്ച 10, 40, 50, 60, 70, 80 കൊല്ലം ജീവിക്കും, അല്ലെങ്കിൽ 100 കൊല്ലം ജീവിക്കും. എന്നാൽ അതിനേക്കാളും നമ്മൾ കൂടുതൽ താമസിക്കുന്നത് ഖബറിനകത്താണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പോയി കിടക്കേണ്ടത് ഖബറിനകത്താണ്. അപ്പൊ ആ ഖബറിനകത്ത് നിങ്ങൾക്കറിയുമോ, ഒരാൾ മരണപ്പെട്ടു, നിങ്ങളുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു, ചെന്നിട്ട് ഖബറ് കുഴിക്കാൻ ഓടുമല്ലോ സഹോദരങ്ങളൊക്കെ. എല്ലാവരും പോയി ഖബറ് കുഴിച്ചു കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് ചെറുപ്പക്കാരൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ആയപ്പോ ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് അല്ലാഹു മക്കളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് പങ്കെടുത്തു. 1.5 മണിക്കൂറോളം ആ മക്കളോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഖബറ് കുഴിച്ചു കൊടുത്താൽ ആ ഖബറ് കുഴിച്ചു കൊടുക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ആ മരിച്ച മനുഷ്യൻ ഒരു വീട് വെച്ചു കൊടുത്ത കൂലിയ. ഒരാളെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബറ് കുഴിച്ചു കൊടുക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ആ മനുഷ്യനെ താമസിക്കാൻ ഒരു വീട് പണിതു കൊടുത്ത പ്രതിഫലം. അത്രയ്ക്കും പുണ്യമുണ്ടോ ഖബറ് കുഴിച്ചു കൊടുക്കുന്നതിന്? അപ്പൊ ഖബറ് കുഴിക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങിക്കൊടുത്താലോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങൾ വിചാരിച്ചാൽ അൽഹംദുലില്ലാഹ് നടക്കും. ബഹുമാനായ ഉസ്താദ് അവറുകൾ ഈ നാടിന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, ഈ നാടിന്റെ തുടക്കത്തെക്കുറിച്ച്, ഒരു മഹദിയെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ഒരു ഗുണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉണ്ടാകണം. അവരവരെ കൊണ്ട് കഴിയുന്നത് നിങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ ഓൺലൈനിലൂടെ ഇന്നലെ മുതലേ ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകൾ കേരളത്തിലോ കർണാടകയിലോ അവിടെങ്ങും കൊടുക്കുന്നത് പോലെയല്ല. അവിടെ കൊടുക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കടലിന്റെ ഉൾഭാഗത്ത് കഴിയുന്ന 7 കിലോമീറ്ററോളം മാത്രം വലുപ്പമുള്ള ഈ ഒരു ദ്വീപിൽ അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും.
ഒരു കബറടക്കുന്ന സ്ഥലത്തിന്റെ പൈസയാണെങ്കിലും ഞാൻ ഇന്നലെ പറയുമ്പോ എനിക്ക് ഭക്ഷണം കഴിച്ച ഞാൻ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം കഴിക്കാൻ പോയ ഒരു വീട്ടിലെ സഹോദരൻ ഇന്നലത്തെ വഴുത് കേട്ടു. എന്നിട്ട് ഇന്നലെ എനിക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് എഴുതി, ഉസ്താദെ ഞാനൊരു ഹദിയ തരാം. അങ്ങനെ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓൺലൈനിലൂടെ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, സഹോദരങ്ങളോട് നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സദഖ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അക്കൗണ്ട് നമ്പരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അതിൽ അറിയിക്കുക. അതിൽ അയച്ചു കൊടുക്കാൻ കഴിയുന്നവർ അയച്ചു കൊടുത്ത് ഈ വലിയ ഒരു ദൗത്യത്തിൽ നിങ്ങൾ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘാടകരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ 2 അറിവുകളാണ് പഠിച്ചത്. അല്ലാഹു അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ 2 അറിവ് പഠിച്ചു. ഒന്നാമത്തെ അറിവ് എന്തായിരുന്നു? എല്ലാവർക്കും സുഖമല്ലേ? ഒന്നാമത്തെ അറിവ് എന്തായിരുന്നു? സുഖമല്ലേ? അൽഹംദുലില്ലാ പറയാൻ പഠിച്ചു. 2 സ്വർഗത്തിലൊരു വീട് പണിതോ? സ്വർഗത്തിലൊരു വീട് പണിതോ അതോ പകുതിയിലിട്ടോ? ഇന്നലെ തന്നെ സ്വർഗത്തിലെ വീട് പകുതിയിലാണോ? പൂർത്തീകരിച്ചോ? പൂർത്തീകരിക്കണം. ഞാൻ ഈ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ഈ നിക്കണ ചങ്ങാതിക്കാരാകുമ്പോ എനിക്ക് സങ്കടം തോന്നും. പ്രശ്നം പൈസ എന്ത് ആ ചങ്ങായിമാർക്ക് കസേര പറക്കിട്ട് കൊടുക്കണോ? ഉണ്ടോ? കസേര ഉണ്ടോ? ഇല്ലാത്തോണ്ടാണോ? നിങ്ങളുടെ നാട്ടിൽ ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോ കണ്ട ഒരു കാഴ്ച, ഒരുപാട് വീട് പണി പകുതിയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇടരുതടോ. കഴിവിന്റെ പരമാവധി പൂർത്തീകരിക്കാൻ കഴിയുന്നവർ വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കുക. അള്ളാഹു എല്ലാവർക്കും സ്വന്തമായി ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സ്വന്തമായിട്ടൊരു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നമ്മൾ ഇന്നലെ 2ാമത് സ്വർഗത്തിലൊരു വീട് വെക്കാൻ പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുന്ന 3 ആയത്തുകളാണ്. ഇന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയുമ്പോൾ ആ 3 ആയത്തുകൾ പാരായണം ചെയ്ത് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരാമീൻ പറ. അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ഒന്നാമത്തെ കാര്യം എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുന്നവരാണ്. എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. രോഗം വേണ്ട, പ്രായം വേണ്ട, മുടിനരയ്ക്കണ്ട. സഹോദരാ, എപ്പ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. അതാ പടച്ചവനെ, ഏത് സമയത്ത് വേണമെങ്കിലും മരണം കടന്നു വരാ. വാപ്പാ, പ്രായം ചെന്ന വാപ്പാ, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് പറയുകയാണ്, അറിയിക്കേണ്ടവരെ മുഴുവനും അറിയിച്ചോ, ഇതാ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മരണം ഉറപ്പിച്ചു പറഞ്ഞു വിട്ട വാപ്പ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നാ ആ വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ മകനാണെങ്കിൽ ഇന്ന് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്താണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന് ചിരിച്ചും കളിച്ചും ആസ്വദിച്ചും നടക്കുന്ന ചെറുപ്പക്കാരോട്, ഉമ്മ പെങ്ങന്മാരോട്, റോഡിന്റെ ഓരത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മക്കളെ, എപ്പോഴാണ് ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും കടന്നു വരുമല്ലോ. ഒരല്പസമയം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിക്കാറില്ല. ഇടിത്തീ വീഴുന്നത് പോലെ നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ പ്രതീക്ഷകളും മുഴുവനും തകർത്ത് തരിപ്പണമാക്കി അസ്റായീൽ നിന്റെ മുമ്പിലേക്ക് കടന്നു വരാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ആഗ്രഹമില്ലാത്ത ആരുമില്ല, മോഹമില്ലാത്ത ആരുമില്ല, സ്വപ്നമില്ലാത്ത ആരുമില്ല. ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടോ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടോ. പടച്ചവനെ, നല്ലതുപോലെ പഠിക്കണം, നല്ല ജോലി ഉണ്ടാകണം, ഗവൺമെന്റ് ജോലിയാകണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ഹാഫിളാകണം, ആലിമാകണം. പടച്ചവനെ, വീട് വെക്കണം, മക്കളെ കെട്ടിക്കണം, ആഗ്രഹമില്ലാത്ത ആരുമില്ല. പടച്ചവനെ, പ്രായമാകും തോറും ആഗ്രഹം ഇങ്ങനെ കൂടുകയാണ്, പ്രായമാകും തോറും ആഗ്രഹം ഇങ്ങനെ കൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ
ഉമ്മ പെങ്ങന്മാരോട് ആഗ്രഹം ഇങ്ങനെ മനസ്സിനകത്ത് കൊണ്ട് നടക്കാനുള്ളതല്ല. എടോ, ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ മോഹങ്ങളൊക്കെ നടക്കണമല്ലോ, നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും നടക്കണമല്ലോ. അല്ലാതെ പടച്ചവനെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് പടച്ചവനെ കൊണ്ട് നടക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹങ്ങൾ നടത്താനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹങ്ങൾക്ക് വല്ലാത്ത സ്ഥാനമാണ്. അതാ ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ, എന്തെങ്കിലും വലിയ വലിയ കുറ്റങ്ങൾ ചെയ്താൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമല്ലോ. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിലും അവനെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് അവനോട് ചോദിക്കാറുണ്ട്, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഏറ്റവും വലിയ കുറ്റവാളിയാണ്, ആത്മഹത്യാവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിലും അവനോട് ചോദിക്കും, നിന്റെ ആഗ്രഹം എന്താണെന്ന്. കാരണം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹത്തിന് വല്ലാത്ത സ്ഥാനമാണ്. എന്തിനാ മരിച്ചുപോയ വാപ്പാ, മരിച്ചുപോയ ഉമ്മ അവരവസാനമായിട്ട് വസിയ്യത്ത് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അവര് മരിച്ചാലും അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാറ് മക്കള് വല്ലാതെ ആഗ്രഹിക്കുമല്ലോ, അവര് തയ്യാറാകുമല്ലോ. വാപ്പ പറഞ്ഞത് മതാ ഉമ്മ പറഞ്ഞത്. ചില ഉമ്മമാര് ജീവിച്ചിരിക്കുമ്പോഴേ പറയാറുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം നിങ്ങൾ എടുക്കരുത്, അള്ളാടെ പള്ളിക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഉമ്മമാരുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഏത് രീതിയിലാണ് വഴല് പറയുമ്പോഴാണോ, വഴല് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, ബാത്റൂമിനകത്ത് കയറുമ്പോഴാണോ, കിടക്കുന്ന സമയത്താണോ, നിസ്കരിക്കുന്ന സമയത്താണോ, എവിടെ വെച്ച് എപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്നറിയില്ല. ഒരാളുടെ മരണസമയം അല്ലാതെ മറ്റാർക്കും അറിയില്ലടോ. പറയുന്ന സിറാജ് എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് പടച്ചറപ്പിനല്ലാതെ മറ്റൊരു ശക്തിക്കും അറിയില്ലടോ. പറഞ്ഞത് ഞാനല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ മറ്റാർക്കും അറിയില്ല. അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയാത്ത 5 കാര്യങ്ങളുണ്ടോ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത 5 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. ഇത് അല്ലാഹുവാണ് പറയുന്നത്. ഈ ലോകം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആകാശത്ത് കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രമല്ല, ഇടിത്തി വീഴുന്നത് പോലെ പടച്ചവനെ നമ്മുടെ തലയുടെ മുകളിലേക്ക് മുഴുവനും തകർന്നു വീഴുന്ന ഒരു ദിവസമുണ്ടല്ലോ. അത് വെള്ളിയാഴ്ച ദിവസമാണെന്നല്ലേ പറയാൻ പറ്റൂ. അതിന്റെ അടയാളങ്ങൾ പറയാനല്ലേ നമുക്ക് പറ്റൂ. ഏത് വർഷം ഏതു മാസം എത്രാമത്തെ വെള്ളിയാഴ്ചയാണ് ഈ ലോകം തകർന്നു വീഴുന്നതെന്ന് പറയാ. അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമതായിട്ട് അല്ലാഹു പറയുകയാ, വയുനസ്സിലുൽ ഗൈസ. എപ്പോഴാണ് മഴ പെയ്യുന്നത്? ആകാശത്ത് നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്നത് എപ്പോഴാണെന്ന് പറയാൻ സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റൂ. വലിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാനല്ലാതെ വയഅലമു മാ ഫിൽ അർഹാം
ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാറ് ഇന്ന് ഒരുപാട് പേരെ കണ്ടപ്പോ ഉസ്താദേ ആൺകുഞ്ഞിനെ വേണം പെൺകുഞ്ഞിനെ വേണം ദുആ ചെയ്യണേ. ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കണ്ണുണ്ടോ കാലുണ്ടോ കരളുണ്ടോ, പടച്ചവനെ മാസങ്ങൾ കഴിഞ്ഞാലല്ലേ നമുക്കറിയാൻ കഴിയൂ. എന്നാൽ ഉമ്മയുടെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കാ കഴിയുക. എന്നിട്ട് അല്ലാഹു പറയുകയാ വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നിന്റെ ഭാവി പറഞ്ഞു തരാൻ, നിന്റെ ഭാവി പറഞ്ഞു തരാൻ, നാളെ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ അത് പടച്ച റബ്ബിനറിയുന്ന രഹസ്യമാ. എന്നിട്ടോ വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നീ മരിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു തരാറ്, ഒരാളുടെ മരണം എപ്പോഴാണെന്ന് പടച്ച റബ്ബിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. പിന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരോ അല്ലാഹു ആദരിച്ചവരോ അങ്ങനെയുള്ളവർക്ക് പടച്ച റബ്ബ് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹു ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുമോ. അല്ലാഹുവിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അല്ലാഹു അവർക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പല മഹത്തുക്കളായ പണ്ഡിതന്മാര് പടച്ചവനെ മരണം മുൻകൂട്ടി മനസ്സിലാക്കിയവര് തയ്യാറായത്. അത് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എന്നാൽ എവിടെ വെച്ച് മരണം വന്നാൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ ഉപ്പമാരോട് പറയുകയാ, ഉമ്മമാരോട് പറയുകയാ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ചിട്ട് തൊണ്ടക്കുടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചു പറിക്കുന്ന സമയത്ത് നിന്റെ നാവ് കൊണ്ട് പറയണേ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. എടാ ചെറുപ്പക്കാരാ, ഇത് പറയാതെ മരിക്കല്ലേ, ഇത് പറയാതെ മരിക്കല്ലേ. ഇത് പറഞ്ഞിട്ട് മരിക്കുന്നവനാണ് വിജയിച്ചവന്. ഇത് പറഞ്ഞിട്ട് മരിക്കുന്നവനാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وادخل الجنة فقد فاز. അവനാണോ വിജയിച്ചവൻ.